ഹായ് ഫ്രണ്ട്സ്, നെടുങ്ങാടൻ ശ്രീകുട്ടി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കൊഞ്ചും മാങ്ങ. അപ്പോൾ ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് 4 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ പച്ചമീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഉണക്ക കൊഞ്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പെട്ടെന്നൊരു കൊഞ്ചുമാങ്ങ വെച്ച് ചോറുണ്ണാന്ന് കരുതി. അപ്പോൾ പെട്ടെന്ന് കൊഞ്ചെടുത്ത് ആദ്യം നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ തലയൊക്കെ കളയണം. കളയാൻ വേണ്ടിയിട്ട് ചിരട്ടയെടുത്ത് നമ്മൾ അതിൻ്റെ തലയൊക്കെ കളയും. തലയും വേസ്റ്റും ഒക്കെ അന്നേരം പോവും. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് പാറ്റിപ്പെറുക്കി നമ്മൾ വെള്ളത്തിലിട്ട് നല്ലതായിട്ട് ഒലച്ച് കഴുകിയിട്ടാണ് കൊഞ്ചുമാങ്ങയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ചെട്ടികുളങ്ങര കുംഭഭരണിയാണല്ലോ നമ്മൾ കൊഞ്ചുമാങ്ങ എന്ന് പറയുമ്പോഴേ ചെട്ടികുളങ്ങര കുംഭഭരണി നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഞങ്ങളിവിടെ ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് കൊഞ്ചുമാങ്ങ വെക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളും അന്ന് തന്നെയാണ്. അപ്പോൾ കൊഞ്ചെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുകയാണ്. ഇവിടെ എത്ര പേരുണ്ട് മീനില്ലാതെ ചോറ് കഴിക്കാത്തവർ? അപ്പോൾ ഇവിടെ സുൽത്താനും അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. മീനില്ലാതെ ചോറ് കഴിക്കത്തേയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കൊഞ്ചുമാങ്ങ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി മുറ്റത്തു നിന്ന് നമ്മുടെ മാവയിൽ നിന്ന് തന്നെ ഒരു മാങ്ങ പറിച്ചു. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതേന്ന് ഒരെണ്ണം പെട്ടെന്ന് ഓടിപ്പോയി പറിച്ചിട്ട് വന്ന് അത് നല്ലോണം കഴുകി അതൊന്ന് അരിഞ്ഞെടുത്തു. ആദ്യം തന്നെ നല്ലതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തു. ഇതിന് പുളിയുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി വേണ്ട. നല്ല പുളിയുള്ള മാങ്ങയാണ്, നല്ല മാങ്ങയാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തു. അതിന് ശേഷം മുരിങ്ങയ്ക്ക. അപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയുണ്ട്, രമച്ചേച്ചിയുടെ കടയിൽ നിന്ന് മുരിങ്ങയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്തു. പിന്നെ തേങ്ങ തിരുമ്മി, തേങ്ങ, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ പച്ചമുളക്, നമ്മുടെ എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം. ഇവിടെ എരി കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഏറെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, മുരിങ്ങയ്ക്ക ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ചക്കക്കുരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ചക്കക്കുരു ഇടാറില്ല കൊഞ്ചുമാങ്ങയ്ക്ക്. ഇതാണ്ട് കൊഞ്ച് നല്ലതായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അതിൻ്റെ കുറച്ച് ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കഴുകി വാരി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഉള്ളിയും തേങ്ങായും ഇഞ്ചിയും ഒക്കെ കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചിലയിടത്ത് കൊഞ്ചുമാങ്ങയ്ക്കകത്ത് ചക്കക്കുരു ഇടാറുണ്ട്. നല്ലതാണ്, ചക്കക്കുരു ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ചക്കക്കുരു ഞങ്ങളിപ്പോൾ ഇട്ടിട്ടില്ല. പിന്നെ ഇത് നല്ലതായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ടൊന്ന് തേങ്ങായും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് എല്ലാം ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുളക് അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മുളക് അരച്ചതാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കാവുന്നതാണ്. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല മല്ലിപ്പൊടി, ഒരു ശകലം. നമ്മൾ മീൻ ഇടുന്ന എന്തൊക്കെയുണ്ടോ അത് ഇടുക. അപ്പോൾ ഇതിനകത്ത് മല്ലിപ്പൊടി ഞാൻ ഇടുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ശകലം ഇടുന്നുണ്ട്. എന്നിട്ട് അരച്ച് ചട്ടിയിലോട്ട് ഇത് എല്ലാ അരപ്പെല്ലാം ഇട്ടതിന് ശേഷം ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം. അതായത് മാങ്ങ, പച്ചമുളക്, മുരിങ്ങയ്ക്ക, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ഉപ്പ് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കുക. അപ്പോൾ എല്ലാം ഇട്ട് നമ്മൾ കൈകൊണ്ട് കൊഞ്ചുമൊക്കെ ഇട്ട് നമ്മൾ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇവിടെ കൊഞ്ചുമാങ്ങ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശ്രീന്തിക്കൊക്കെ വലിയ ഇഷ്ടമാണ് കൊഞ്ചുമാങ്ങ. അപ്പോൾ അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ട് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് കൊഞ്ചുമാങ്ങ, കൊഞ്ചുമാങ്ങ. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അതിനകത്തോട്ട് കറിവേപ്പിലയും ഒക്കെ ഇടണം. തിളച്ച് വരുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം മുരിങ്ങയ്ക്കൊക്കെ ആവശ്യത്തിന് വേവാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത്
കുറച്ച് നേരം അടച്ചു വെക്കുക. എന്നിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് വാങ്ങും. ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാനായിട്ട്. കൊഞ്ചുമാങ്ങ മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ണാം അതിലോട്ട് ഒഴിച്ച്. അപ്പോൾ ഇവിടെ ഇച്ചിരി ചാറും കൂടെ ഉള്ള പോലത്തെ ആ പരുവത്തിലാണ് ഇവിടെ ഇഷ്ടം. തിളയ്ക്കുമ്പോൾ നല്ല മണമാണ്. അതിനകത്തിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. അപ്പോൾ സുൽത്താനിന് ചൂടോടെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ചൂടോടെ കഴിക്കുന്നതാണ് സുൽത്താനിന് ഇഷ്ടം. അപ്പോൾ അത് ചോറിലോട്ട് ആ ചൂടോടെ ഒഴിച്ച് കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് വിളിച്ച് ചോറൊക്കെ കൊടുത്തു. അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ശ്രീന്തി അക്കൂട്ടത്തിൽ ഓടി വരും. അച്ഛൻ്റെ കൂടെ ഇരുന്ന് മീനൊക്കെ കഴിക്കാനായിട്ട് ഓടി വരും. അപ്പോൾ അച്ഛന് വാരി കൊടുക്കും മീനും ഇച്ചിരി ചോറും. അപ്പോൾ കൊഞ്ച് കൂട്ടാൻ ശ്രീന്തിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വാരിക്കൊടുത്ത് രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ശ്രീന്തിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കൊഞ്ചുമാങ്ങ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് എളുപ്പമാണ്, എല്ലാവരും വെച്ച് നോക്കുക. അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.